വിശദമായി നോക്കാം. ലഹരി കേസ് അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും. ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ റൂമിലെത്തി കേസിൽ താരങ്ങളുടെ മൊഴിയെടുക്കും. നവമി ദിനേശ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. നവമി, പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു. ഇപ്പോൾ ലഹരി കേസ് അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്ന് പറയുന്നു. ഗുണ്ടാ നേതാവ് ഓം പ്രകാശുമായി എന്ത് ബന്ധമാണിപ്പോൾ ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനും ഉണ്ട് എന്ന് പറയുന്നത്? അവരെന്തിനാണ് അദ്ദേഹത്തെ കാണാൻ പോയത്? എന്താണ് വിശദാംശങ്ങൾ അറിയാൻ സാധിച്ചത്? ഭവ്യ, ഇന്നലെ വൈകുന്നേരമായിരുന്നു ഓം പ്രകാശിനെ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നിന്നും ലഹരി കൈവശം വെച്ചതിനും അമിതമായി മദ്യക്കുപ്പികൾ കൈവശം വെച്ചതിനും മരട് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം അല്പസമയത്തിന് മുൻപാണ് ഓം പ്രകാശിനെയും ഒപ്പമുണ്ടായിരുന്ന ഷിഹാസിനെയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ ഓം പ്രകാശും സുഹൃത്തും ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എന്ന കോടതി നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഓം പ്രകാശിന് കോടതി ജാമ്യം, ഓം പ്രകാശിനും സഹപാഠിക്കും സഹപ്രവർത്തകനും കോടതി ജാമ്യം അനുവദിച്ചത്. പക്ഷേ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായിട്ടുള്ള പരാമർശം. അതായത് സിനിമാ മേഖലയിലെ രണ്ടുപേരുടെ പേരുകൾ, ഒന്ന് ശ്രീനാഥ് ഭാസി, മറ്റൊന്ന് പ്രയാഗ മാർട്ടിൻ, ഇവരെ രണ്ടുപേരുടെയും പേരുകൾ ഈ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് 20ഓളം പേർ ഇന്നലെ ഓം പ്രകാശിന്റെ ആഡംബര ഹോട്ടലിൽ കാണാനായി എത്തിയിരുന്നു. അതിൽ 2 സിനിമാ താരങ്ങളുണ്ട്. ഇവർ രണ്ടുപേരും ഓം പ്രകാശിനെ കാണാനായി റൂമിൽ എത്തിയിരുന്നു. പക്ഷെ ഇവരെന്തിനാണ് മുറികളിൽ എത്തിയതെന്ന് അന്വേഷണ സംഘത്തിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഓം പ്രകാശിന്റെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണോ, ഇവരിൽ നിന്നും ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ ഈ സിനിമാ താരങ്ങൾ അവിടെ എത്തിയത് എന്നുള്ളൊരു സംശയം കൂടി അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. അതിനാൽ ഈ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യണം എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓം പ്രകാശിനും ഒപ്പം ഉണ്ടായിരുന്ന ഒന്നാം പ്രതി ഷിഹാസിനും ജാമ്യം നൽകരുതെന്നായിരുന്നു പോലീസ് നൽകിയ കോടതിയെ അറിയിച്ചിരുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുക, അതായത് ഇവർ ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചതിന് പിന്നാലെയാണ് ഇവർക്ക് ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ 2 സിനിമാ താരങ്ങളുടെ പേരുകൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇവരെന്തിനാണ് ഓം പ്രകാശിനെ കാണാൻ മുറിയിലെത്തിയതെന്ന് ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഈ ഓം പ്രകാശിന്റെ പേരിലല്ല ഈ മുറിയെടുത്തത്. ബോബി ചലപതി എന്നുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ് റൂം എടുത്ത് അവിടെയായിരുന്നു ഓം പ്രകാശ് താമസിച്ചത്. അവിടെയാണ് ഈ 2 സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ, ഏകദേശം 20ഓളം പേർ കാണാനായി എത്തിയത്. അങ്ങനെയാണെങ്കിൽ ആരുടെ പേരാണ് ഈ റൂം എടുത്ത ചലപതി എന്ന വ്യക്തി ആരാണെന്നും ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള, നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനങ്ങളും ഒപ്പം പോലീസിന്റെ ഒക്കെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സിനിമാ മേഖലയിൽ വീണ്ടും 2 പേർ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ, ഒരു കേസിൽ പേര് പരാമർശിക്കപ്പെടുന്നത്. ഇതിനു മുൻപ് ശ്രീനാഥ് ഭാസിക്കെതിരെയും ഇത്തരത്തിൽ ലഹരി ഇടപാടിന്റെ പേരിൽ പല തരത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് സഹപ്രവർത്തകരടക്കം വലിയ രീതിയിൽ പേര് പരാമർശിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ശ്രീനാഥ് ഭാസി. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഓം പ്രകാശിനെ ഇപ്പോൾ ലഹരി കേസിൽ പിടികൂടിയപ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ഈ 2 താരങ്ങളുടെ പേര് കൂടി പരാമർശിക്കുന്നത്. ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത് ഇവരെന്തിനാണ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിനിമാ മേഖല നവമി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇതാ ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ എന്ന 2 യുവതാരങ്ങളുടെ പേരുകളാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരുടെ പേരുകൾ വലിയ തരത്തിൽ സംശയ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. ഏറ്റവും പ്രധാനമായി നവമി, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനമായി ഈ 2 ആളുകളെ ചോദ്യം ചെയ്തേ മതിയാകൂ. കാരണം എന്തിനാണിവർ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ഓം പ്രകാശിന്റെ റൂമിലെത്തിയത്? അയാളുമായി ഇവർക്കുള്ള ബന്ധം എന്താണ്? എന്തായിരുന്നു അവിടെ പോകേണ്ട ആവശ്യം? അങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഭവ്യ, ഈ കേസിന്റെ തുടർ നടപടികളിലേക്ക് പോകണമെങ്കിൽ ഈ 2 താരങ്ങളെയും ഒപ്പം മറ്റുള്ളവരെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഓം പ്രകാശിന്റെ കയ്യിൽ ഇന്നലെ പിടികൂടുന്ന സമയത്ത് തന്നെ അമിതമായിട്ടുള്ള ലഹരി കുപ്പികളും ഒപ്പം കൊക്കെയിനും ഈ ഒപ്പം ഉണ്ടായിരുന്ന ഷിഹാസിൽ നിന്നും കൊക്കെയിനും പിടികൂടിയിരുന്നു. ആ
ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഓം പ്രകാശിനെ കാണാനെത്തേണ്ടത്? അതും കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവ് കൂടിയാണ് ഓം പ്രകാശ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു കേസിൽ പിടികൂടുമ്പോൾ എന്തിനാണ് ഓം പ്രകാശിനെ കാണാൻ ഈ സിനിമാ താരങ്ങൾ അവിടെ എത്തിയതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ലഹരി ഇടപാടുകൾ, അതായത് ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മദ്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടോ പ്രകാശമായിട്ടുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്.